നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിന്റെ ടീം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ ടീം ലിസ്റ്റ് കോൺമബോളിന് കൈമാറേണ്ട ഡെഡ് ലൈൻ ആയപ്പോൾ അത് ഇപ്പോൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇക്കാര്യം CBF അറിയിക്കുന്നു. അത് ബ്രസീൽ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒർലാൻഡോയിലാണ് ഇപ്പോൾ ബ്രസീലിന്റെ ടീം ക്യാമ്പ് ഉള്ളത്. മഴ കാരണം ഇന്നലെയും അവരുടെ ട്രെയിനിങ് വൈകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. ഏതായാലും നേരത്തെ പ്രഖ്യാപിച്ച 26 അംഗ സ്ക്വാഡ് തന്നെയാണ്. ആ ലിസ്റ്റിൽ മാറ്റം വരുത്താതെയാണ് ഇപ്പോൾ ടീം ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്ന് പിന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ആദ്യം 23 അംഗ സ്ക്വാഡാണല്ലോ പ്രഖ്യാപിച്ചിരുന്നത്, ഡൊറിവാൾ ജൂനിയർ. അതിനുശേഷമാണ് കോൺമബോൾ 26 താരങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ 3 പേരെ കൂടി ആഡ് ചെയ്യുകയായിരുന്നു. ടീമിൽ ഉണ്ടായിരുന്നതിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറിസിന് പരിക്ക് പറ്റി. അപ്പോൾ അദ്ദേഹത്തിന് പകരം റഫേലിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നേരത്തെ വരുത്തിയതാണ്. അപ്പോൾ ആ 26 അംഗ ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, ഇനി സ്ക്വാഡിൽ മാറ്റം വരുത്താൻ പറ്റുമോ? അപ്പോൾ ഒഫീഷ്യലായിട്ട് കോൺമബോളിന് കൈമാറിയല്ലോ, ഇനി മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റം വരുത്താം. അത് അടുത്ത സൺഡേ വരെ വേണമെങ്കിൽ, ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ മാത്രം മാറ്റം വരുത്താം. അടുത്ത സൺഡേ എന്ന് പറയാൻ കാരണം തൊട്ടടുത്ത ദിവസം അവർക്ക് കളിയുണ്ട്. മൺഡേ ആണ്, അതായത് 26 തീയതിയാണ് ബ്രസീൽ വേഴ്സസ് കോസ്റ്റാറിക്ക മത്സരം. 24 തീയതിയാണ് ബ്രസീൽ വേഴ്സസ് കോസ്റ്റാറിക്ക മത്സരം. അത് മൺഡേ ആണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ 25 തീയതി രാവിലെ 6:30 എന്ന് പറയേണ്ടി വരും. നമുക്കിവിടെ ട്യൂസ്ഡേ ആണ് കളി കാണാൻ പറ്റുക എന്നർത്ഥം. ഏതായാലും ആ കളിക്ക് മുമ്പ് ആർക്കെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ ഈ 26 അംഗ സ്ക്വാഡിൽ മാറ്റം വരുത്താമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു മാറ്റങ്ങൾക്കൊന്നും ഇനി സാധ്യതയില്ല. ഒഫീഷ്യലായിട്ട് ടീമിന്റെ സ്ക്വാഡ് ലിസ്റ്റ് കോൺമബോളിന് കൈമാറി കഴിഞ്ഞു. ബ്രസീൽ 26 അംഗ സ്ക്വാഡ് ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മൾ ആദ്യം ഇത് വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. സ്ക്വാഡ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞല്ലോ. നമ്മൾ നോക്കാം. ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ലിവർപൂളിന്റെ ആലിസൺ ബെക്കറും അത്ലറ്റിക്കോ പാരനൈസിന്റെ ബെൻഡോയും സാവോ പോളോയുടെ റഫേലുമാണ്. അതുപോലെ ഇപ്പം ഫുൾ ബാക്കുമാരായിട്ട് ബ്രസീലിയൻ ടീമിന്റെ സ്ക്വാഡിലുള്ളത് യാൻ കൂട്ടോ, ജിറോണയുടെ യാൻ കൂട്ടോ, അത്ലറ്റിക്കോ MGയുടെ ഗുയർമെ അരാന, അതുപോലെ തന്നെ പോർട്ടോയുടെ വെൻഡൽ, ഒപ്പം യുവന്റസിന്റെ ഡാനിയിലോ എന്നിവരുണ്ട്. സെൻട്രൽ ബാക്കുമാരായിട്ട് PSG ബെറാൽഡോ, യുവന്റസിന്റെ ബ്രമർ, റയൽ മാഡ്രിഡിന്റെ എദർ മിലിറ്റാവോ, ആഴ്സണലിന്റെ ഗബ്രിയൽ മെഗല്ലസ്, PSG മാർക്കിന്യോസ് എന്നിവരാണുള്ളത്. മധുരയിലേക്കുള്ളത് ഫുള്ളാമിന്റെ ആൻഡ്രിയസ് പെരീര, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ബ്രൂണോ ഗുയിമേറസ്, ആസ്റ്റൺ വില്ലയുടെ ഡഗ്ലസ് ലൂയിസ്, അറ്റ്ലാന്റയുടെ എഡേഴ്സൺ, വോൾവർഹാംപ്ടൺ വാണ്ടറേഴ്സിന്റെ ജാവോ ഗോമസ്, വെസ്റ്റാമിന്റെ ലൂക്കാസ് പക്വറ്റ. മുന്നേറ്റ നിരയിലുള്ളത് പാൽമറാസിന്റെ എൻട്രിക്ക്, പോർട്ടോയുടെ ഇവാനിൽസൺ, ആഴ്സണലിന്റെ ഗബ്രിയൽ മാർട്ടിനെല്ലി, പോർട്ടോയുടെ പെപ്പെ, FC ബാഴ്സലോണയുടെ റാഫീഞ്ഞ, റയൽ മാഡ്രിഡിന്റെ റോഡ്രിഗോ, ജിറോണയുടെ സാവിഞ്ഞോ, ദെൻ റയൽ മാഡ്രിഡിന്റെ തന്നെ വിനി ജൂനിയർ എന്നിവരാണുള്ളത്. അപ്പം ഇതാണ് ഇപ്പം വന്നിട്ടുള്ള സ്ക്വാഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ എഡേഴ്സൺ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് കാരണം പിന്നെ സ്ക്വാഡിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.